അത് ശരി. ദാ മരുന്ന് കഴിക്കാനുള്ള സമയമായി. കമാ ടേക്ക് ഇറ്റ്. കഴിക്കും മോളെ. വെരി ഗുഡ്. ആലീസ്, ഹലോ. എന്നെ ഇപ്പൊ മാജിക് കാണിക്കാൻ കൊണ്ടുപോവോ? ആലീസ്, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇപ്പൊ കൊണ്ടുപോവോ ഇല്ലയോ? ഏയ്, ഇപ്പൊ ഒന്നും പറ്റില്ല. ഹലോ. ഇത്തരം റിയാക്ഷൻസ് മുമ്പ് ആലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതല്ലേ? ഇത് ആലീസിന്റെ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റുകളിൽ ഒന്ന് മാത്രമായി കൂട്ടിയാൽ മതി. ഒരു കാലത്ത് ടെഡി ബെയറുകളോടായിരുന്നു പ്രിയം, ഇപ്പൊ മാജിക്കിനോട്. അത് കാണാൻ ആൽബി സമ്മതിക്കാതെ ഇരുന്നപ്പോ അവൾ ആ ദേഷ്യം മുഴുവൻ ഫിഷ് ടാങ്കിൽ തീർത്തു. ദാറ്റ്സ് ഓൾ. എന്താ ആൽബി? നത്തിങ്. ഡോക്ടർ, ആലീസിന് അവൾക്കിപ്പോ ശരിക്കും ഭേദമുണ്ടല്ലേ? ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് ആൽബി. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാ ആലീസ് എത്രയും പെട്ടെന്ന് നോർമലാവും. ഐ മീൻ, ആലീസുമായിട്ടൊരു മത്സരത്തിന് നിൽക്കണ്ട. അതൊരു പക്ഷേ. ശരി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എന്ന് ആൽബി ചെന്ന് ആലീസിന്റെ ഇഷ്ടം നടത്തി കൊടുക്കാം. അപ്പോ ഇന്നിന് മാജിക് മതി അല്ലേ ആലീസ്? പോവാം. ഇപ്പൊ ഗോൾഡ് ഫിഷ്. ഇനി ഒരിക്കൽ ദേഷ്യത്തിന്റെ പേരിൽ അവൾ എന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്യുക. ചിലപ്പോ തോന്നും എല്ലാം വിട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. വർഷം കുറേയായില്ലേ അച്ചോ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ? കരിയോയിലിന്റെയും ഗ്രീസിന്റെയും മണമുള്ള കുറെ ദിവസങ്ങൾ. ദാറ്റ്സ് ഓൾ. ആൽബി, നീ ബൈബിളിലെ ജോബിന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാത്തവരെയാവും ചിലപ്പോൾ കർത്താവ് കടുത്ത പരീക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കരുത്ത് കിട്ടുന്ന അപ്പോഴാണ്. ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അച്ചോ. അങ്ങനെ വേണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. ആലീസ് കാരണം ഒരു തവണ നിന്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു എന്ന് വെച്ച് എല്ലായ്പ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. ആലീസിനെയും അവളുടെ മകൾ ചിപ്പയെയും നിന്നെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വന്നാൽ, അല്ല അപ്പോഴും നീ കപ്പിയാര് കപ്പിലേണ്ടതുപോലെ ബ്ലിങ്കസ് ചെയ്യാന്ന് നിൽക്കുവോ? ചിരിക്കണ്ട, അങ്ങനെ ഒരാളെ എനിക്കറിയാം. മറ്റാരുമല്ല, നമ്മുടെ മാണിച്ചന്റെ മരുമകൾ സോഫിയ ഉമ്മൺ. അവൾ നിനക്ക് പറ്റിയ പെണ്ണ. ഞാൻ വേണേ മാണിച്ചനോട് സംസാരിക്കാം. അയാൾക്കാണെങ്കിൽ അയാളുടെ മൂട്ടക്കാറ് റിപ്പയർ ചെയ്യാൻ ഒരു സ്ഥിരം പണിക്കാരനുമായി. എന്തേ അച്ഛൻ ഈ ലോകയിട്ട് നന്നായി. അല്ലെങ്കിൽ ഇടവകയില് പ്രായമായ പെമ്പിള്ളേരൊക്കെ. നീ എന്താ ഉദ്ദേശിച്ച? ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ ഈ വികാരി പണിയേക്കാൾ നല്ലത് വിവാഹ ദല്ലാൽ പണിയായിരുന്നു. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവിടെ വേണ്ട, കേക്കണ്ട. സോഫി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഞങ്ങള് പറഞ്ഞതൊക്കെ കേട്ടോ? അതിന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരേ. ആൽബി, യെസ്. അങ്കിളിന്റെ കാർ ഇന്ന് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് Can you drop me on your way, please? അയ്യോ, അതിന് ഞാൻ വേറെ വഴിക്കാ പോകുന്നത്. ഇവൻ ആ വഴിക്ക് തന്നെ പോകുന്നത്. അല്ലെന്ന് ഞാൻ പോണത് നേരത്തിലേക്കൊന്നും അല്ലല്ലോ. ഇവളും ആ വഴിക്ക് തന്നെ. ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. പോകൂ സോഫി, പോകൂ, പൊയ്ക്കൊള്ളൂ. ആൽബി കൊണ്ടുപോകൂ. റിസൾട്ട് നാളെ പറയണേ. അച്ഛന് ആദിയിലഖിലേശൻ ഒരു തൊഴിൽ ഞാൻ സൃഷ്ടിച്ചു. ഈ ലോകം ഒരു സഹിയുണ്ടായി, ഒരു തുണയുണ്ടായി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പോയോ? ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി.
ആൽബിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഫാദർ എന്നോട് പറഞ്ഞു. ചിപ്പയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയതാ. പിന്നെ അന്നത്തെ പകൽ മുഴുവൻ ആൽബി ആയിരുന്നു വിഷയം. കർത്താവ് ഈശോ മിശിഹ കഴിഞ്ഞ അമ്പാട്ടച്ചന്റെ അടുത്ത ഹീറോ ആൽബിയ. സോഫി എന്ന സിംഗപ്പൂർക്ക് തിരിച്ചു പോകുന്നു. എന്തിന്? അല്ല, ഡാഡി മമ്മിയൊക്കെ അവിടെയല്ലേ? ദേ ആർ പ്ലാനിങ് ടു കം ബാക്ക്. മടങ്ങി വന്നാലും എനിക്ക് അവർക്കിടയിൽ വലിയ സ്ഥാനമൊന്നുമില്ല. എൻ്റെ ഒരു അനുജനുണ്ട്, അവനാ മമ്മിയുടെയും ഡാഡിയുടെയും പെറ്റ്. അത് അസൂയ, നല്ല മുഴുത്ത അസൂയ. മൂത്ത മകളുടെ സ്ഥാനം അനുജൻ എങ്ങനെയാ തട്ടിയെടുക്കുക? പക്ഷെ മകളല്ലെങ്കിലോ? ഐ എം എൻ അഡോപ്റ്റഡ് ഡോട്ടർ. ആൽബിയുടെ ചിപ്പമ്മോളെ പോലെ 5-6 വയസ്സ് വരെ ഞാനിവിടെയായിരുന്നു, ഈ അനാഥാലയത്തില്. മക്കളില്ലാതിരുന്ന സിസ്റ്റർക്ക് മാണിച്ചനങ്ങൾ ദത്തെടുത്ത് അയച്ചതാ എന്നെ. ആഹാ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നിർത്തിയല്ലോ ആൽബി. ഓർഫനേജിൽ വെച്ച് അച്ഛൻ പറഞ്ഞത് ആൽബിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ എടുത്താൽ മതി. ബൈ. ആരാത്? ഓ, ഇറ്റ്സ് യു. കം കം കം. ഞാനേ രാവിലെ ഓ സോറി 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 രാവിലെ നോക്കിയപ്പോഴേ ഒരുപാട് മാറാലിയും പൊടിയും. ഞാൻ 1 hour ആയിട്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്, ഇനിയും ഫിനിഷ് ആയില്ല.